സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത്രയും പറഞ്ഞതിന് ശേഷം മറ്റൊരു കാര്യമാണ് പറയുന്നത്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തോലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് റോമാ നഗരം സന്ദർശിക്കുവാനുള്ള പൗലോസിന്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് 8-ാം വാക്യം മുതൽ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം, ക്രിസ്തുവിൽ കൂടെ എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സാക്ഷി ആരാണ്? ദൈവം തന്നെയാണ് സാക്ഷി. എത്ര പ്രൗഢമായ രീതിയിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകപരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിനെ, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് അതിന്റെ വിശദീകരണമാണ് പറയുന്നത്. വരാനായിട്ടൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്, നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിച്ചതാണ്, ശ്രമിച്ചതാണ്, പക്ഷെ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരൻ ആകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൽ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നിട്ട് ജാതികളുടെ ദുഷ്ടതയെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പൊ ദൈവകോപം വരുന്നതിന്റെ കാര്യം പറയുകയാണ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ
നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കി ഒന്ന് അല്പം ചിന്തിക്കാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ദൈവത്തെക്കുറിച്ച് ആഴമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ഈ പ്രപഞ്ചത്തിന്റെ ഈ ഡിസൈനും ഇതിന്റെ നിയന്ത്രണവും തെറ്റുകൂടാതെയുള്ള ഇതിന്റെ ഓട്ടവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തിയുണ്ട്, ഒരു ദൈവമുണ്ടെന്ന്. അതാണ് ഇവിടെ പറഞ്ഞത്. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. എന്നിട്ട് വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജാതികൾ എന്ന് പറഞ്ഞുകൊണ്ടവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ദൈവമെന്ന് പറഞ്ഞ് ചെയ്തു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇവിടെ എഴുതി വച്ചിരിക്കുന്നതും അതും ഏകദേശം ഒരുപോലെയൊക്കെയാണെന്ന്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ടവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി. അപ്പൊ ദൈവത്തിന് പകരമായി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതോ ഇല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നതോ ആയ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ടവരതിനെക്കുറിച്ച് ചിന്തിക്കുക. അദൃശ്യനായ ദൈവത്തെ, ആത്മാവായ ദൈവത്തെ രൂപങ്ങളാക്കി മാറ്റി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്തോ ചെയ്തു? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ഇതൊക്കെയാണ് അവർ ചെയ്തത്. ഇതൊക്കെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി ഈ വക കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വേർപെട്ട് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായിട്ട് കഴിയും. അതിന് തടസ്സമായിട്ട് ആരും നമുക്കൊന്നും ചെയ്യുകയില്ല. കാരണം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കടന്നു പ്രവർത്തിക്കുവാൻ കഴിയുന്നവരാരുമില്ല. ആ ഭാഗത്ത് കുഴപ്പം വരുത്തുന്നത് നമുക്കതിൽ മനസ്സില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ആളുകളെ ദൈവം എന്തു ചെയ്യുമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ തലയുയർത്തിയൊന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഇതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അത് ഇന്ന് ലോകപ്രസിദ്ധമായിരിക്കുന്ന കാര്യവുമാണ്. അത് റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. എന്തുകൊണ്ടാണ് ഇന്ന് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്? സത്യദൈവത്തെ വിട്ടുപോയതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ദുഷ്ടചിന്തകൾ കടക്കുകയും ദുരാത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനത് അവിടെ അവസാനിപ്പിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളവർ റോമാലേഖനം 1-ാം അധ്യായം എടുത്ത് വായിക്കുക. എന്നിട്ട് ദൈവം പറയുകയാണ്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ,
ഏത് പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം നമ്മൾ ദൈവവചനം വായിച്ച് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ആത്മാവിന്റെ അന്തസ്സത്ത നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ആര് പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെയ്യുവാൻ കഴിയുന്നത് ദൈവവചനത്തിനാണ്. ദൈവവചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. അത് നമ്മുടെ ഹൃദയത്തെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വരെ തുളച്ചു ചെന്ന് ജീവിതത്തെ സമൂലമായി മാറ്റം വരുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റോമാലേഖനം 1-ാം അധ്യായം ആവർത്തിച്ച് വായിക്കുകയും ഇതിൽ ദൈവത്തിന്റെ ആത്മാവിന് എന്നോട് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിയുന്നതിന് വിധേയപ്പെടുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഉള്ള എല്ലാ പ്രയാസങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം കാൽവറി ക്രൂശിൽ മരിച്ച കർത്താവിൽ കൂടെ നമുക്ക് ലഭിക്കും എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. തുടർന്ന് റോമാലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് മറ്റൊരു മെസ്സേജ് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇതുപോലെയുള്ള സുവിശേഷ പ്രസംഗങ്ങളോ ഗാനങ്ങളോ അനുഭവ സാക്ഷ്യത്തിന്റെ CD-കളോ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് താല്പര്യപ്പെടുന്നു എങ്കിൽ CD-യിൽ കാണുന്ന അഡ്രസ്സിലോ ടെലിഫോൺ നമ്പറിലോ samkuttimaman@yahoo.com എന്ന ഇമെയിൽ അഡ്രസ്സിലോ ഞങ്ങളുമായി ബന്ധപ്പെടുക. ടെലിഫോണിൽ ബന്ധപ്പെടുന്നവർ വൈകിട്ട് 5 മണിക്ക് ശേഷം വിളിക്കുക.